കഴിഞ്ഞ വീഡിയോയിൽ 12:30 വരെ നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം കണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി സിറ്റി ലിവ്ലിഹുഡ് സെന്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 30 റുപ്പീസ് പെർ ഹെഡ് ആയിരുന്നു ചാർജ് വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1:45 2 o'clock ആവുന്നേ ഉള്ളൂ കേട്ടോ പുലർച്ചെ. നമ്മൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് പോകുന്ന വഴിക്ക് അതേപോലെ കണ്ണന് താമ്പരമുട്ടും കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ണന് സമർപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിർമ്മാലയം തൊഴാനുള്ള ക്യൂ ഫോം ആയിട്ടുണ്ടായിരുന്നു. കലവറയിൽ പാചകത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിനകത്തെ ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ച ശേഷം നിർമ്മാലയത്തിനുള്ള ക്യൂവിൽ നിന്നിട്ട് 3:30 ആയപ്പോഴേക്കും നമ്മൾ കണ്ണനെ കണ്ട് തൊഴുതിറങ്ങി കേട്ടോ. അതിനുശേഷം അകത്തുനിന്ന് തന്നെ റെസിപ്റ്റ് ആക്കിയിട്ട് കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ വെണ്ണയും പഞ്ചസാരയും പഴവും കഴിച്ചിട്ടുണ്ടായിരുന്നു. 7 o'clock വരെ നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കഞ്ഞിയുടെ ക്യൂവിൽ നിന്നത് കേട്ടോ. കാരണം അതുവരെ ക്യൂ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 8 o'clock ആയപ്പോഴേക്കും ഇതാണ് ക്യൂവിന്റെ അവസ്ഥ. പന്തൽ മൊത്തം നിറഞ്ഞു. 9 o'clock നമുക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലായിരുന്നു കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇതാ ഇങ്ങനെ ഇലയില് ഉപ്പും ശർക്കരയും ഒരു നാളികേര കൊത്തും പിന്നെ നമുക്ക് പപ്പടവും ഈ പാളയുടെ പ്ലേറ്റിലാണ് കഞ്ഞിയും പപ്പടവും മുതിരപ്പുഴുക്ക് എന്ന് വെച്ചാൽ മുതിരയും ഇടിച്ചക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുഴുക്കാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ആ കുമ്പിളിൽ കഴിക്കാനായിട്ട് നല്ല സ്വാദായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഒരുപാട് പേർക്ക് കണ്ണന്റെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ വർഷം മുടങ്ങാതെ വരുന്നവരും ഉണ്ട്. അങ്ങനെ 9:30 ആയപ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ച് ഇറങ്ങിയിട്ട് പാൽപ്പായസത്തിന്റെ ക്യൂല് വേഗം ചെയ്ത് നിന്നു കേട്ടോ. 10:30 കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ അങ്ങനെ പാൽപ്പായസമൊക്കെ വാങ്ങിച്ചു നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കേട്ടോ.